നമസ്കാരം. ഏവരെയും ലിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളും. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏവരോടുമുള്ള അകമഞ്ഞ് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളു. ജീവിതത്തെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു ഗാനമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നകത്തണ്ടിലുരുത്തിരിയും ഒരായിരം ചോദ്യങ്ങളിലൊന്നാണല്ലോ ജീവിതമെന്നാലെന്താണ്. എന്നകത്തണ്ടിലുരുത്തിരിയും ഒരായിരം ചോദ്യങ്ങളിലൊന്നാണല്ലോ ജീവിതമെന്നാലെന്താണ്. ജീവിതമെന്നാലെന്താണ്. അതിനുത്തരമെന്നോണം അകതാരിൽ തെളിയുന്ന കൺമുന്നിൽ തെളിയുന്നു യാഥാർത്ഥ്യങ്ങളാണല്ലോ ജീവിതം. അതിനുത്തരമെന്നോണം അകതാരിൽ നിറയുന്നു കൺമുന്നിൽ തെളിയുന്ന യാഥാർത്ഥ്യങ്ങളാണല്ലോ ജീവിതം. കുടിലിലായാലും കൊട്ടാരത്തിലായാലും മർത്യനു ജീവിതം ഒന്നേയുള്ളൂ. കുടിലിലായാലും കൊട്ടാരത്തിലായാലും മർത്യനു ജീവിതം ഒന്നേയുള്ളൂ. മണ്ണിൽ മർത്യനു ജീവിതം ഒന്നേയുള്ളൂ. മണ്ണിനടിയിൽ സ്ഥാനം പിടിക്കാൻ മണ്ണിനുമേലുള്ള പോരാട്ടം. ഇതു മണ്ണിനുമേലുള്ള പോരാട്ടം. മണ്ണിനടിയിൽ സ്ഥാനം പിടിക്കാൻ മണ്ണിനുമേലുള്ള പോരാട്ടം. ഇതു മണ്ണിനുമേലുള്ള പോരാട്ടം. ജീവിതമെന്നാൽ നീർക്കുമിള പോൽ പൊട്ടിമുളയ്ക്കുന്നു, പൊട്ടിത്തകരുന്നു. ജീവിതമെന്നാൽ നീർക്കുമിള പോൽ പൊട്ടിമുളയ്ക്കുന്നു, പൊട്ടിത്തകരുന്നു. ജീവിത പ്രയാണത്തിലുടനീളം നിഴലായി പിന്തുടരുന്നു സുഖദുഃഖങ്ങൾ. ജീവിത പ്രയാണത്തിലുടനീളം നിഴലായി പിന്തുടരുന്നു സുഖദുഃഖങ്ങൾ. ജീവിതമെന്ന നാടകത്തിലെ കഥാപാത്രങ്ങളാണല്ലോ നമ്മൾ. ജീവിതമെന്ന നാടകത്തിലെ കഥാപാത്രങ്ങളാണല്ലോ നമ്മൾ. പണ്ഡിതനായും പാമരനായും ഭീരുവായും വില്ലാളിയായും. പണ്ഡിതനായും പാമരനായും ഭീരുവായും വില്ലാളിയായും. അങ്ങനെ അങ്ങനെ പലതരം വേഷങ്ങൾ കെട്ടിയാടുന്നീ ജീവിതത്തിൽ. അങ്ങനെ അങ്ങനെ പലതരം വേഷങ്ങൾ കെട്ടിയാടുന്നീ ജീവിതത്തിൽ. നിത്യവൃത്തിക്കുള്ള വകകൾക്കായി പലതരം തൊഴിലുകൾ തിരഞ്ഞെടുക്കുന്നു. നിത്യവൃത്തിക്കുള്ള വകകൾക്കായി പലതരം തൊഴിലുകൾ തിരഞ്ഞെടുക്കുന്നു. ഏതു തൊഴിലിനും അതിൻ്റെതായ പ്രാധാന്യം നൽകി ആദരിക്കണം. ഏതു തൊഴിലിനും അതിൻ്റെതായ പവിത്രത നൽകി ആദരിക്കണം. യുദ്ധങ്ങൾ, രോഗങ്ങൾ, ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ ഇവയെല്ലാം കാട്ടിത്തരുന്നു ജീവിതപാഠങ്ങൾ.
ജീവിത പാഠങ്ങൾ. യുദ്ധങ്ങൾ, രോഗങ്ങൾ, ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ ഇവയെല്ലാം കാട്ടിത്തരുന്നു ജീവിത പാഠങ്ങൾ. ഈശ്വരൻ നമുക്കേകിയ ഈ പുണ്യ ജീവിതം അർത്ഥവത്താക്കി തീർത്തിടണം നമ്മൾ. ഈശ്വരൻ നമുക്കേകിയ ഈ പുണ്യ ജീവിതം അർത്ഥവത്താക്കി തീർത്തിടണം നമ്മൾ. അർത്ഥവത്താക്കി തീർത്തിടണം നമ്മൾ. പുതുതലമുറയ്ക്കായി നല്ല നാളെയുടെ പുതുപ്രതീക്ഷകളെന്ന വിത്തുപാകി. പുതുതലമുറയ്ക്കായി നല്ല നാളെയുടെ പുതുപ്രതീക്ഷകളെന്ന വിത്തുപാകി. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിടണം നാമേവരും പോയി മറഞ്ഞിടണം. പുതുതലമുറയ്ക്കായി നല്ല നാളെയുടെ പുതുപ്രതീക്ഷകളെന്ന വിത്തുപാകി. കാലയവനികയ്ക്കുള്ളിൽ പോയി മറയണം നാമേവരും പോയി മറഞ്ഞിടണം. നാമേവരും പോയി മറഞ്ഞിടണം. നാമേവരും പോയി മറഞ്ഞിടണം. അപ്പോൾ ഈ പാട്ട് തെറ്റുകൾ ഉണ്ടാകാം, സദയം ശ്രമിക്കുക. അതുപോലെ അഭിപ്രായം നിർദ്ദേശിക്കുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ കുറച്ച് എൻ്റെ ചെറിയൊരു മീനിങ്സ് പറഞ്ഞുതരാം. എന്നകത്തണ്ടിൽ ഉരുത്തിരിയും 1000 ചോദ്യങ്ങളിലൊന്നാണല്ലോ ജീവിതം എന്നാൽ എന്താണ്. അതായത് എൻ്റെ മനസ്സിൽ അകത്തണ്ടെന്ന് പറഞ്ഞാൽ മനസ്സാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന 1000 ചോദ്യങ്ങളിൽ ഒരെണ്ണമാണ് എന്താണ് ജീവിതം എന്നുള്ളത്. അപ്പോൾ അതിനുത്തരം എന്നോണം അകത്താരിൽ നിറയുന്നു കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് ജീവിതം. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ അകതാറെന്ന് പറഞ്ഞാൽ മനസ്സ്, അകത്തണ്ടെന്ന് പറഞ്ഞാൽ മനസ്സ്, മാനസം എന്ന് പറഞ്ഞാൽ മനസ്സാണ്, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന അതിനുത്തരം എന്നോണം, ആ ചോദ്യത്തിന് ഉത്തരം എന്നോണം എൻ്റെ മനസ്സിൽ നിറയുന്നു നമ്മുടെ കണ്ണിൽ നമുക്ക് ചുറ്റും കാണുന്ന യാഥാർത്ഥ്യം. ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ജീവിതം, പച്ചയായ ജീവിതം. അത് കുടിലായാലും കൊട്ടാരത്തിലായാലും മർത്യന് ജീവിതം ഒന്നേയുള്ളൂ. മണ്ണ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. മണ്ണിൽ മർത്യന് ജീവിതം ഒന്നേയുള്ളൂ. അപ്പോൾ കുടിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വീട്, ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന വീടാണ് കുടിൽ. കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പണക്കാരൻ, അതായത് കാശുള്ളവൻ താമസിക്കുന്നതാണ് കൊട്ടാരം. അപ്പോൾ കൊട്ടാരത്തിലായാലും കുടിലായാലും മനുഷ്യനെന്ന് പറയുന്നത് മനുഷ്യർക്ക് ഒരു ജീവനേ ഉള്ളൂ. അപ്പോൾ അത് എന്താണ്, നമ്മൾ അത് മണ്ണിനടിയിൽ അത് എന്തുവാണ് ഈ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ മണ്ണിനടിയിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിന് മേലെ നടത്തുന്ന യുദ്ധമാണ്, അല്ലെങ്കിൽ പോരാട്ടം എന്ന് പറഞ്ഞാൽ യുദ്ധം, അടർന്ന് പറഞ്ഞാൽ യുദ്ധം, മണ്ണിന് മുകളിൽ നടത്തുന്ന യുദ്ധമാണ്, പോരാട്ടമാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ജീവിതമെന്നാൽ നീർക്കുമിള പോലെയുമാണ്. അപ്പോൾ നീർക്കുമിള എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു ബബിളാണ് നീർക്കുമിള. അപ്പോൾ ആ നീർക്കുമിള പോലെ നമ്മുടെ മനുഷ്യജീവിതം വളരെ ക്ഷണികമാണ്. അപ്പോൾ അത് എന്താണ്, പെട്ടെന്ന് പൊട്ടി വരുന്നു, അതുപോലെ തന്നെ പൊട്ടി തകരുന്നു, മരിച്ചു പോകുന്നു, ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അപ്പോൾ ജീവിത പ്രയാണത്തിലുടനീളം നിഴലായി, അപ്പം ജീവിത പ്രയാണം എന്ന് പറഞ്ഞാൽ ജീവിതയാത്രയിലുടനീളം നമ്മുടെ കൂടെ നടക്കുന്നതാണ് സുഖവും ദുഃഖവും. എപ്പോഴും നമുക്ക് സന്തോഷം മാത്രം ലഭിക്കണമെന്നില്ല. സങ്കടങ്ങളും കഷ്ടപ്പാടുകളും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ കൂടെ പിന്തുടരുന്ന കാര്യങ്ങളാണ്. ജീവിതം എന്നത് ഒരു നാടകവുമാണ്. അപ്പം ജീവിതം എന്ന നാടകത്തിലെ ഓരോ കഥാപാത്രങ്ങളാണ് നാം ഏവരും. അപ്പോൾ അത് എങ്ങനെ പണ്ഡിതനായാലും, പണ്ഡിതനെ അറിവുള്ളവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്, പാമരൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ. അപ്പോൾ പണ്ഡിതനായാലും പാമരനായാലും അതുപോലെ വില്ലാളിയായാലും, വില്ലാളെന്നൊരു വലിയ ഗുണ്ടയൊക്കെ കാണിക്കത്തില്ല, വീരശൂരത്വം കാണിക്കത്തില്ല, വില്ലാളിയായാലും അതുപോലെ ഭീരുവായാലും പേടിത്തൊണ്ടനായാലും എന്താണ്, അങ്ങനെ നമ്മൾ പലതരം വേഷങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ജീവിതത്തിൽ കെട്ടി ആടുന്നു. അതുമാത്രമല്ല നിത്യവൃത്തിക്കുള്ള വകകൾക്കായി പലതരം തൊഴിലുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഉപജീവനം നമുക്ക് ജീവിക്കാനുള്ള വേണ്ടിയിട്ട്, നമ്മുടെ അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പലതരം തൊഴിലുകൾ എന്ത് ചെയ്യുന്നു, ജോലികൾ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു.
അപ്പോൾ അത് ഏത് ജോലിയായാലും അപ്പോൾ മാന്യമായിട്ടുള്ള ജോലി നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ ആ ജോലിക്ക് അതിൻ്റേതായ പവിത്രതയും നൽകണം. മാന്യമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പൊതുവെ എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് മാന്യമായിട്ടുള്ള ജോലി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. തൂപ്പു ജോലിയിൽ പോലും അതിനും അതിൻ്റേതായ മാന്യതയുണ്ട്. അപ്പോൾ അതിന് ആ ഒരു മാന്യത നമ്മൾ എന്ത് ചെയ്യണം, ആ പവിത്രതയും മഹത്വമൊക്കെ നമ്മൾ ആ ജോലിക്ക് നൽകുകയും വേണം. നമ്മൾ ഏത് ജോലിയാണ് ചെയ്യുന്നത് അത് വളരെയധികം മഹത്വത്തോടെ മഹനീയതയോടെ ചെയ്യാൻ ശ്രമിക്കണം. യുദ്ധങ്ങൾ, രോഗങ്ങൾ, അതുപോലെ തന്നെ ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ. യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, രാജ്യങ്ങൾ തമ്മിൽ പിടിച്ചടക്കാനുള്ള ആവേശം. അതുപോലെ രോഗങ്ങൾ, അസുഖങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, പേമാരി, പിന്നെ എന്താണ് കൊടുങ്കാറ്റ്, സുനാമി, അതുപോലെ തന്നെ വരൾച്ച, തീപിടുത്തം. ഇതൊക്കെ പ്രകൃതിക്ഷോഭങ്ങളാണ്, ദുരന്തങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി ജീവിത പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാട്ടിത്തരുന്ന എന്താണ്, ഒത്തിരി ജീവിത പാഠങ്ങളാണ് അതിൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നു. ഈശ്വരൻ നമുക്കേകിയ പുണ്യമായിട്ടുള്ള ഒരു വരദാനമാണ് നമ്മുടെ ജീവിതം. അത് നമ്മൾ വളരെ പുണ്യമായിട്ട് നമ്മൾ കണക്കാക്കുകയും അത് നമ്മുടെ ജീവിതം നമ്മളെ അർത്ഥവത്താക്കി തീർക്കുകയും വേണം. പുതുതലമുറയ്ക്കായി നമ്മുടെ ജനറേഷൻ നമ്മുടെ പിൻഗാമികൾ, നമ്മളെ പിന്തുടർന്ന് വരുന്ന പിൻഗാമികൾക്ക് വേണ്ടിയിട്ട് നല്ല നാളെയുടെ ഒരു പുതു പ്രതീക്ഷ എന്ന വിത്തുപാകി, അതായത് നല്ല നാളെ ലഭിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ നൽകിക്കൊണ്ടുവേണം നമ്മളിവിടുന്ന് നമ്മുടെ യവനികയ്ക്കുള്ളിലെന്ന് പറയാം. അതായത് നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കാൻ. അത് മരിക്കുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കടമകളുണ്ട്. അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് ഇതിലെ മീനിങ്സ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് കഴിയുന്നതും അതൊന്ന് ഫസ്റ്റ് അവസാനം വരെ കേൾക്കുക. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.